ഹേ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ ഹെയർ ഇറ്റ് സെൽഫ്. അപ്പോൾ വീണ്ടും എന്ത് ഹെയർ കെയർ റൂട്ടീൻ ആണോ കാണിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ആക്ച്വലി ഞാൻ ഹെയർ കെയർ റൂട്ടീൻ അല്ല കാണിക്കാൻ വന്നത്, സംതിങ് എൽസ്. തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ യാ, നല്ല ചൂടല്ലേ. ഈ ചൂടത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് കണ്ടന്റും ഇല്ല, റിവ്യൂസും ഇല്ല, ഒന്നുമില്ല. അത്രക്കും ചൂടായിട്ട് മടി പിടിച്ച് കിടന്നു. അതുകൊണ്ട് ഹെയർ കെയറും ഇല്ല, സ്കിൻ കെയറും ഇല്ല. ഇപ്പം തന്നെ എൻ്റെ മുഖം കാണുന്നുണ്ടല്ലോ, അതുപോലും സ്വെറ്റാണ്, സ്കിൻ കെയർ അല്ല. ഓക്കെ. അപ്പോൾ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളായിട്ട് മുടിയൊന്നും വൃത്തി കഴുകലേ ഇല്ല. ദിവസവും ഇപ്പം ഞാൻ തല കുളിക്കലുണ്ട്. ആക്ച്വലി ദിവസം കുളിക്കാൻ പാടില്ല, പക്ഷെ സ്വെറ്റ് അത്രക്കും ആയതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയായിപ്പോയി. സോ യാ, അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ 2 മണിക്കൂറെങ്കിലും ഞാൻ കുത്തിയിരുന്ന് എണ്ണയെ തല മുക്കി ചീകി ചെടയെല്ലാം കളഞ്ഞെടുത്തു. ഇപ്പോൾ നല്ല ഡേർട്ട് ഉണ്ട്, പറ്റുന്നുണ്ട് എൻ്റെ മുടി. ഞാൻ വിചാരിച്ചു കുറച്ച് താളി ആലുവരയും നല്ല ചതച്ച് നീരെടുത്തിട്ട് ഞാനത് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ കണ്ടോ, പിന്നെ തറയിലാണ് പിടിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് ആലുവേരയും പിന്നെ നമ്മുടെ താളി ചതച്ച് ചതച്ചതിൻ്റെ നീരെടുത്തു. നല്ല ജെൽ ലൈക്ക് സ്ട്രക്ചറാണ്, കണ്ടോ, കയ്യിലെല്ലാം പറ്റി. അപ്പോൾ നമുക്കെന്നാ കുളിച്ചിട്ട് ബാക്കി പരിപാടിയിൽ കിടക്കും. ഐ മീൻ ദ റിയൽ കോണ്ടന്റ്, ദ റിയൽ തിങ് ഫോർ വിച്ച് ഐ ആം ടേക്കിംഗ് ദിസ് വീഡിയോ. അപ്പോൾ കുളിച്ചിട്ട് വരാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നു. അപ്പം എൻ്റെ തല എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, കാണുന്നുണ്ടോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ തലയെ കുളിച്ച് കണ്ടീഷണർ തേച്ചിട്ടായുള്ളത്. പിന്നെ നീണ്ട നാളുകൾക്ക് ശേഷമുള്ള ഹെയർ കെയർ ആയിട്ടുള്ള കുളി ആയതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. കുറേ ടൈം എടുത്തു കുളിക്കാനും ഹെയർ കെയർ ചെയ്യാനും ജട കളയാനുമായിട്ട്. ഞാൻ 2-3 മണിക്കൂർ എടുത്ത്. എനിക്ക് നല്ല വിശപ്പുണ്ട്. തിന്നിട്ട് നമ്മൾ കാര്യത്തിലോട്ട് കിടക്കണം കേട്ടോ. സോ ഹേ ഗൈസ്, കുറേ നേരം ഞാൻ പറഞ്ഞ് ബോർ അടിപ്പിച്ചുകൊണ്ട് എനിക്കറിയാം, നീട്ടി കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഡിസ്ക്ലൈമർ: ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം വിത്തൗട്ട് യുവർ പാരൻസ് പെർമിഷൻ. പ്രത്യേകിച്ച് കിഡ്സ്. ആക്ച്വലി ബാക്കി കാര്യം ഞാൻ വോയിസ് ഓവർ തരാം, because it's really uncomfortable for me to do this while talking like this with mic. Okay, എൻ്റെ വോയിസ് ഓവർ ഞാൻ നല്ല പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാലോ, നടുക്ക് പഴുപ്പെടുക്കുന്നത് ഇപ്പം തന്നെയായിരിക്കും നിങ്ങളുടെ ഭാഷയിൽ പറയുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം ഇങ്ങനെ പഴുപ്പെടുത്തിട്ട് നമ്മൾ ഹാഫ് പോണി കിട്ടൂലേ, ഹാഫ് പോണി എടുക്കുന്ന പോലത്തെ ഒരു പഴുപ്പ് നടുക്ക്, ലൈക്ക് 2 ഇയേഴ്സിൻ്റെ അടുക്കുന്ന പഴുപ്പ് ലൈൻ വരച്ച് പഴുപ്പെടുത്ത് നമ്മളെ ഹെഡ് പോർഷൻ ഹാഫായി ഡിവൈഡ് ചെയ്യുക. എൻ്റെത് കുറച്ച് സിക്സാക്ക് ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ ശരിയാക്കി ഇനി കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ സിക്സാക്ക് ആവാണ്ട് കറക്റ്റ് ഒരു ലൈനായിട്ട് വരാൻ ശ്രദ്ധിക്കുക. ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ട് ഫ്രം യുവർ ഇയേഴ്സ്. ബാക്കിയുള്ള മുടി ബാക്കോട്ട് കെട്ടി വെക്കുക ലൈക്ക് ഐഡിയ. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ച പോർഷൻ ഇല്ലേ, ഫ്രണ്ടിലോട്ട് ചീകി നല്ല നല്ല കൃത്യമായിട്ട് ചെയ്യണം. എന്നെ പോലെ മാതിരി മെസ്സി ആയിട്ട് ചീകിടരുത്. നല്ല വൃത്തിക്ക് പ്ലെയിൻ ആയി ചീകിയിട്ട് അത് ഫ്രണ്ടിലോട്ട് ലൈക്കായി ഞാൻ നെറ്റിൻ്റെ ഇട കെട്ടി വെച്ച പോലെ റബ്ബർ ടൈറ്റ് ആയിട്ട് കെട്ടുക. റെസ്റ്റ് ഓഫ് ദ ഹെയർ നല്ല വൃത്തി ചീകിയിട്ട് താഴെ എവിടെ വെച്ചാൽ നിങ്ങൾക്ക് മുറിക്കേണ്ട ആട ടൈറ്റ് ആയിട്ട് കെട്ടുക ആൻഡ് കട്ട് ഇറ്റ്. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മുറിക്കാൻ പറ്റും. കൂടുതൽ മുറിഞ്ഞു പോകുന്നുള്ളൊരു പേടിയും വേണ്ട. അങ്ങനെ ഹാഫ് ഓഫ് ദ ടാസ്ക് ഈസ് കംപ്ലീറ്റഡ്. നൗ കോംബ് ഇറ്റ് വെൽ. അപ്പോൾ ഓൾറെഡി ഹാഫ് ഓഫ് ദ ഹെയർ കട്ട് ചെയ്തു. ഇനി ഒരു മൊത്തത്തിലുള്ള ട്രിമ്മിങ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പോർഷനാക്കി ബാക്കി കാണിച്ചു തരാം, പറഞ്ഞറിയിക്കാൻ അറിയാത്തതുകൊണ്ട്. ബാക്കിയുള്ള മുടി ഇതുപോലെ പറ്റിച്ചിട്ട് സ്കാർഫ് കെട്ടിയിട്ട പോലെ കെട്ടുക. നല്ല കോമഡി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ടൈറ്റായി കെട്ടിയതിന് ശേഷം അത് രണ്ടും നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതും കെട്ടുക, ലൈക്ക് വി ഡിഡ് ഫോർ ദ ഹാഫ് ഓഫ് ദ ഹെയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും ആൻഡ് ഇറ്റ് വുഡ് ബി പെർഫെക്റ്റ്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഈ മെത്തേഡ് യൂസ് ചെയ്ത് വി ക്യാൻ ട്രിം അവർ ഓൺ ഹെയർ സ്ട്രെയിറ്റ് ആൻഡ് പെർഫെക്റ്റ്ലി വിത്തൗട്ട് എനിവൺസ് ഹെൽപ്പ്. So yeah, who needs a professional stylist when you can slay on your own? അപ്പോൾ ഇതാണ് നമ്മളെ ഹെയർ കട്ട്. ആക്ച്വലി ഞാൻ ബാങ്ക്സ് കട്ട് ചെയ്തില്ല, കാരണം കുളക്ക് താല്പര്യമില്ല, എന്താണെന്നറിയില്ല. സാധാരണ ഞാൻ ഇപ്പോൾ ഇതുപോലെ മുറിക്കുന്നതാണ്, സ്റ്റെപ്പ് കട്ടായാലും ലെയർ ആയാലും അല്ലെങ്കിൽ ജസ്റ്റ് ട്രിം ചെയ്യലായാലും ഞാൻ സ്ഥിരം ചെയ്യുന്നത് തന്നെയാണ്. ബട്ട് ഇന്ന് എനിക്കൊരു പേടി. ആക്ച്വലി അമ്മ അറിയാണ്ടാണ് ഈ പരിപാടിയെല്ലാം ഞാൻ ചെയ്യുന്നത് ഇപ്പം, അതുകൊണ്ടും കൂടി ആയിരിക്കും.
അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഈ ബാങ്ക്സ് ആക്ച്വലി നല്ല ഷോർട്ടായിരുന്നു, ഇപ്പം ഇത്രയെങ്കിലും വളർന്നു. ഞാൻ വിചാരിച്ചു ബാങ്ക്സ് കട്ട് ചെയ്യണ്ട, ജസ്റ്റ് മുടിയൊന്നും കുറച്ച് ഷോർട്ടാക്കി, പിന്നെ ഒരു ലെയർ സ്റ്റെപ്പ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഹാഫ് വേ. ഇത് ഡ്രൈ ആണ് ഇപ്പം ഏകദേശം, ബട്ട് ഐ എം കൈൻഡ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ആസ് യൂഷ്വൽ. ഭാവിയിൽ ചിലപ്പോൾ ഒരു ബ്യൂട്ടീഷ്യനോ ബർബറോ കയ്യിൽ നിന്ന് വരും. ഇനിയെങ്കിലും ജീവിക്കണ്ടേ, അത്രക്കൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ. ഇത് കുട്ടികളൊന്നും ട്രൈ ചെയ്യരുത്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. കുട്ടികളൊന്നും ട്രൈ ചെയ്യരുത്, ഇനി പിന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. ഓൾറെഡി ഞാൻ ഒരു ഇയർ ബാക്ക് ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് ഇത്രയും ഷോർട്ടായിരുന്നു, ഇതിനേക്കാളും ഷോർട്ടായിരുന്നു. ഞാൻ നല്ല രസമുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം ആവാനായിട്ട് എൻ്റെ മുടി ഭയങ്കര ഡാമേജ്ഡ് ആയിരുന്നു. ലേയേഴ്സ് ഇപ്പം ലേയേഴ്സ് പോലെ തോന്നൽ കൂടിയില്ലായിരുന്നു. എന്തൊരു വൃത്തിയായിട്ട് ഷേപ്പില്ല, അൺഈവൺ ആയിട്ടുള്ള ഒരു മുടി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ചിന്തിക്കുന്നുണ്ട് ഒന്നും കൂടി ഷോർട്ടാക്കിയാലോ, ഒന്നും അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല തീരെ. പണ്ടെല്ലാം ഞാൻ നല്ലോണം വളർത്തിയ ഒരാളായിരുന്നു. എൻ്റെ മുടി ലൈക്ക് ലിറ്ററലി 2025 സ്റ്റാർട്ടിങ് ടൈമിലെല്ലാം ബിയോണ്ട് ബഡ്സ് ഹിപ്പിനേക്കാളും വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുറിച്ച് വെട്ടി കഴിഞ്ഞോ എല്ലാം പകുതി ആയപ്പം അതിപ്പം ഭയങ്കര ലേയേഴ്സ് വെട്ടിയോണ്ടാണെന്നോ അറിയില്ല, ഭയങ്കര അൺഈവനാണ്. ഓൾസോ എൻ്റെ മുടി ഒടുക്കത്തെ കേളി, മീൻസ് കേളി ചിലത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, എൻ്റെ കേൾസ് അങ്ങനത്തെ അല്ല, ഒരുമാതിരി എനിക്കിഷ്ടമല്ല, ചകിരി തല പോലത്തെ ഒരു വൃത്തിയായിട്ട കേൾസാണ് എൻ്റെത്. അപ്പോൾ ഒന്നിക്കലും നല്ല കേൾസായി നിന്നിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതൊരുമാതിരി എന്താ പറയുക, ചടക്കൂടെല്ലാം പിടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല. സോ ഞാൻ മുറിച്ച്, കുഴപ്പമില്ല. അപ്പം ഇത് വീഡിയോയിൽ നിർത്തി ഞാൻ അപ്പുറത്ത് പോകുമ്പോൾ ഇതിൻ്റെ ബാക്കി റിസൾട്ട് അറിയാൻ കഴിയും. അതായത് എൻ്റെ അമ്മേൻ്റെ വായന ചിലപ്പം 2-3 തെറിയെല്ലാം കേൾക്കാം. പിന്നെ ഓക്കെ ആയിക്കോളൂ. പ്രേ ഫോർ മീ, ഓക്കെ. ദൈവത്തിനറിയാം, നാളെ ജീവനോട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി വീഡിയോസും കൂടി കാണും. ഓക്കെ. അപ്പോൾ നാളെ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.